നമസ്കാരം. ശ്രീകലാ ഗണേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് 6-ാം സ്കന്ധത്തിലെ അജാമിളോപാഖ്യാനം എന്ന കഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പരീക്ഷിത്ത് പറഞ്ഞു, ഭഗവാൻ പാപികൾ അനുഭവിക്കേണ്ടതായ നാനാവിധ നരകങ്ങളെക്കുറിച്ച് നിന്തിരുവടി അരുളി ചെയ്തത് കേട്ട് ഭയം തോന്നുന്നു. പൂർവകർമ്മ വാസനയ്ക്ക് വിധേയനായ ജീവൻ പാപം ചെയ്തു പോകുമല്ലോ. അങ്ങനെ അവശനായി പാപം ചെയ്തു പോയാലും ഘോര നരകയാതന കൂടാതെ കഴിക്കുവാൻ വല്ല ഉപായമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ലോകോപകാരമായിരിക്കും. അപ്പോൾ ശ്രീശുകൻ പറഞ്ഞു, പാപം ചെയ്യുന്നവർ ഇവിടെ വെച്ച് തന്നെ വിധിപ്രകാരമുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ മരണാന്തരം നരകശിക്ഷ അനുഭവിക്കേണ്ടതു തന്നെ. അതിനാൽ ജരാനരകൾ ബാധിച്ച് ശരീരം തളരുന്നതിനു മുമ്പ് ഉചിതമായ പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഗുരു, പാപം ചെയ്താൽ ഇഹത്തിൽ രാജശിക്ഷയും പരത്തിൽ നരകശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്നും മനുഷ്യൻ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പ്രായശ്ചിത്തം ചെയ്താലും പിന്നെയും പാപം ചെയ്യുന്നുവല്ലോ. കുളിച്ചു നിർത്തിയ ആന വീണ്ടും ശരീരത്തിൽ പൂഴി വാരിയിട്ടുകൊള്ളുന്നത് പോലെ. അങ്ങനെ വരുമ്പോൾ പ്രായശ്ചിത്തം അർത്ഥശൂന്യമാണെന്ന് വരില്ലേ? അപ്പോൾ ശ്രീശുകൻ പറഞ്ഞു, പാപവാസനകളാണ് പാപങ്ങളെ ചെയ്യിക്കുന്നത്. പ്രായശ്ചിത്തം കൊണ്ട് അതേവരെ ചെയ്ത പാപങ്ങൾ മാത്രമേ നശിക്കുകയുള്ളൂ. അവ വീണ്ടും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. വാസനകളെ നശിപ്പിക്കുവാനുള്ള ശക്തി പ്രായശ്ചിത്തങ്ങൾക്കില്ലതാനും. വാസനകൾ നശിക്കണമെങ്കിൽ ജ്ഞാനമാർഗത്തെയോ ഭക്തിമാർഗത്തെയോ ആശ്രയിക്കണം. ജ്ഞാനമാർഗത്തെ ആദ്യം പറയാം. പാപകർമ്മവും പ്രായശ്ചിത്തകർമ്മവും രണ്ടും അവിദ്യാകാര്യമാണ്. വിദ്യ അഥവാ ജ്ഞാനം കൊണ്ടേ അവിദ്യ നശിക്കുകയുള്ളൂ. ജ്ഞാനസാധനങ്ങളായ ശമം, ദമം, നിയമം, തപസ്, ബ്രഹ്മചര്യം, ത്യാഗം, സത്യം എന്നിവയെ നിരന്തര അഭ്യാസം കൊണ്ട് സമ്പാദിക്കണം. അപ്പോൾ അന്ധകരണം ശുദ്ധമാകും. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും വിശ്വാസമുണ്ടാകും. അനന്തരം ആത്മാനാത്മാ വിചാരം ചെയ്ത് ദേഹാഭിമാനമാകുന്ന ഹൃദയഗ്രന്ഥിയെ ഛേദിച്ചു കളയണം. ഹൃദയഗ്രന്ഥി ഭേദിക്കുന്നതോടുകൂടി ജ്ഞാനോദയമുണ്ടായി തൻ്റെ യഥാർത്ഥ സ്വരൂപമായി ഭവിക്കും. അപ്പോൾ പാപങ്ങൾ വാസനാസഹിതം ഭസ്മമായി പോകും. ആത്മവിചാരം ചെയ്ത ദേഹാത്മഭാവത്തെ നശിപ്പിക്കുന്നത് ദീർഘവും കഠിനവുമായ സാധനയാണ്. അതിനാൽ ഈ മാർഗത്തിൽ കൂടി പ്രാപ്യസ്ഥാനത്തെത്തുവാൻ വളരെ ദുർലഭമാണ്. രണ്ടാമത്തേതായ ഭക്തിമാർഗം സുഖകരവും ആരംഭം മുതൽക്കേ ആനന്ദാനുഭവത്തെ തരുന്നതുമാണ്. ശ്രീ വാസുദേവൻ മാത്രമാണ് പരമാശ്രയം എന്ന ദൃഢവിശ്വാസത്തോടുകൂടി ഭഗവാനെ ത്രികരണങ്ങളാലും ഭജിക്കുക. ശ്രീകൃഷ്ണനെ സമ്പൂർണമായി ശരണം പ്രാപിച്ച് പ്രാരബ്ധ കർമ്മങ്ങളെയെല്ലാം കൃഷ്ണാർപ്പണമായി ചെയ്താൽ മതി. അപ്പോൾ ഭഗവത് കൃപയാൽ അന്ധകരണം താനെ പരിശുദ്ധമാകും. ഈ മാർഗത്തിൽ ഒന്നുകൊണ്ടും അപായശങ്കയ്ക്ക് അവകാശമില്ല. ഭക്തിമാർഗത്തിൽ ഭക്തന്റെ സഹായത്തിനായി സാധുക്കളും കൃപാലുക്കളായ മഹാത്മാക്കൾ അപ്പോഴപ്പോഴെത്തും. അവർ അഭയഹസ്തം കൊടുത്ത് രക്ഷിച്ചുകൊള്ളും. ശ്രീനാരായണ ഭക്തിയില്ലാത്തവന്റെ മനസ്സ് മദ്യം വെച്ചിരുന്ന മൺകുടം പോലെയാണ്. എത്ര കഴുകിയാലും വാസന നശിക്കുകയില്ല. എന്നാൽ ഒരിക്കൽ ശ്രീകൃഷ്ണനെ മനസ്സിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ അവനിൽ ഭഗവത് കൃപ വർഷിക്കുകയുണ്ടായി. അതോടെ സർവ്വപാപങ്ങളും വാസനാസഹിതം നശിക്കുന്നു. പിന്നീട് സ്വപ്നത്തിൽ പോലും യമഭയം ഉണ്ടാകില്ല. ഇതിന് ദൃഷ്ടാന്തമായി ഒരു പൂർവ്വ കഥ പറയാം. ഇത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. ഇതുപോലെയുള്ള ഭാഗവത കഥകൾക്ക് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.